നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പേപ്പട്ടിയുടെ കടിയേറ്റ് വിദ്യാർത്ഥികളടക്കം 3 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. പത്തനാപുരം പിടവൂരിൽ വാഹനാപകടം, ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിഴക്കൻ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ATOയെ ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. പേപ്പട്ടിയുടെ കടിയേറ്റ് വിദ്യാർത്ഥികളടക്കം 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നരിക്കൽ സ്വദേശികളായ ബിബിൻ, ബാലൻ, അജി എന്നിവർക്കാണ് പട്ടിയുടെ കടിയേറ്റത്. പേപ്പട്ടിയുടെ കടിയേറ്റ് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ നിരവധി പേർ ആശുപത്രിയിൽ. ബുധനാഴ്ച രാവിലെ നരിക്കലിലാണ് സംഭവം. രാവിലെ 9 മണിയോടടുപ്പിച്ച് പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ട പേപ്പട്ടി നിരവധി പേരെ കടിക്കുകയായിരുന്നു. ഗുരുതരമായി കടിയേറ്റ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നരിക്കൽ മോസസ് ഭവനിൽ ബിബിൻ ശബരിഗിരി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നരിക്കൽ ചരുവിള പുത്തൻവീട്ടിൽ ബാലൻ, നരിക്കൽ വയലും വീട്ടിൽ അജി എന്നിവരെയാണ് തിരുവനന്തപുരത്ത് പ്രവേശിപ്പിച്ചത്. സ്കൂളിൽ പിള്ളേരെടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. വണ്ടി നിർത്തിയപ്പോഴത്തേന് പട്ടി ഒന്ന് ന്യൂസ് ബ്യൂറോ, പുനലൂർ. PF ESI ആനുകൂല്യങ്ങളിൽ തിരിമറി നടത്തിയെന്നാരോപിച്ച് കാഷ്യൂ ഫാക്ടറി മാനേജ്മെന്റിനെ തൊഴിലാളികൾ പൂട്ടിയിട്ടു. ചക്കുവരയ്ക്കൽ പ്രീമിയർ കാഷ്യൂ ഫാക്ടറിയിലാണ് സംഭവം. 2010 മുതലുള്ള PF ESI കുടിശ്ശികളാണ് തീർക്കാനുള്ളത്. ചക്കുവരയ്ക്കൽ പ്രീമിയർ കാഷ്യൂ ഫാക്ടറി തൊഴിലാളികൾ പണിമുടക്കി. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളിൽ ഫാക്ടറി മാനേജ്മെന്റ് അഴിമതി നടത്തിയെന്നാരോപിച്ച് തിങ്കളാഴ്ച 3 മണി മുതൽ ഫാക്ടറി തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തുകയായിരുന്നു. 2010 മുതൽ PF ESI ക്ഷേമനിധി ആനുകൂല്യങ്ങൾ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതായാണ് പരാതി. ജനുവരി 2-ാം തീയതി യൂണിയനുകൾക്ക് ആനുകൂല്യങ്ങൾ അടച്ചതിന്റെ രസീത് നൽകാമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ മാനേജ്മെന്റ് 2010 മുതലുള്ള PF ESI ക്ഷേമനിധി കുടിശ്ശിക ഇതുവരെ അടച്ചിട്ടില്ലെന്ന് തൊഴിലാളികൾ ഒന്നടങ്കം ആരോപിക്കുന്നു. ഇന്നിപ്പം ജനുവരി 20 ഇന്ന് എഴുതി തരാമെന്ന് ലാസ്റ്റ് വാക്ക് ഇന്നായിരുന്നു. ഇന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ 4 മണി കഴിഞ്ഞ് പാറം കൊടുക്കാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞു. ഇന്ന് 4 മണി കഴിഞ്ഞത് 5:30 ഇതുവരെ പാറം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് PF പെൻഷനും ക്ഷേമനിധി പെൻഷനും എഴുതാനുണ്ട്. അത് ഇതുവരെ എഴുതി തന്നിട്ടില്ല. അതിനൊരു ഇന്നപ്പം എഴുതാമെന്ന് ഇന്ന് വരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അതിന്റെ നിയമ നടപടികളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങി നിന്ന്. 31-ാം തീയതി എഴുതേണ്ടിയാണ്. അത് ഇന്ന് 20 ആ കണക്കിന് എഴുതി തരേണ്ടതാ. ഇന്ന് ഞങ്ങൾക്ക് അത് എഴുതി തന്നില്ല. പിരിഞ്ഞ ജോലിക്കാരുണ്ട്, അവർക്ക് ഗ്രാറ്റുവിറ്റി ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെയും തൊഴിലാളികൾ ഇതിനകത്ത് വേറെ എങ്ങോട്ടും പാതെ അവരിവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലും മലയാളി മനസാക്ഷി ഇല്ലാത്തവരായിട്ടല്ലേ ഈ സൈസ് പ്രവൃത്തിയൊക്കെ കാണിക്കുന്നത്. ഞങ്ങളുടെ പൈസ കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു വാരം പോലും തന്നിട്ടില്ല. അതറിയത്തിന് മലയാളി തരത്തില്ല. അല്ല, കഴിഞ്ഞ പ്രാവശ്യം പൈസ അടയ്ക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചും പറഞ്ഞത് പുതിയ കാർഡ് ആയതുകൊണ്ട് ഒന്നിച്ച് തരാമെന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം തരാമെന്ന് പറഞ്ഞു. അടുത്ത വർഷം തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ ഒന്നും തന്നിട്ടില്ല. പിരിഞ്ഞുപോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള നിരവധി തൊഴിലാളികൾ പിരിയുമ്പോൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന്റെ നടപടികളോ വേരിഫിക്കേഷനോ ഇതുവരെ നടത്തിയിട്ടില്ല. വർഷങ്ങളായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മാനേജ്മെന്റ് ഇതുവരെയും വേജസ് കാർഡ് നൽകിയിട്ടില്ല. ഇത്തരത്തിലുള്ള അഴിമതികൾ കൊണ്ട് മാനേജ്മെന്റ് തൊഴിലാളിയുടെ ചോര ഊറ്റുകയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ മാനേജ്മെന്റിനെ ഫാക്ടറിക്ക് പുറത്തിറങ്ങാതെ തൊഴിലാളികൾ അകത്തുനിന്ന് പൂട്ടുകയായിരുന്നു. 300ഓളം തൊഴിലാളികൾ ഒന്നടങ്കം ഫാക്ടറിക്കുള്ളിൽ കുത്തിയിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ വന്ന് ഫാക്ടറി തുറക്കാൻ ആവശ്യപ്പെടുകയും ഫാക്ടറിക്കുള്ളിൽ വെച്ച് പ്രശ്നങ്ങൾ തീർക്കാമെന്ന് തൊഴിലാളികളോട് പറഞ്ഞെങ്കിലും പ്രവർത്തകരും വെട്ടിലായി. ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും കിട്ടാതെ ആരും ഫാക്ടറിക്ക് പുറത്തു പോകുന്നില്ലെന്ന് തൊഴിലാളികൾ ഒന്നടങ്കം പറഞ്ഞു. രാത്രി മുഴുവൻ മാനേജ്മെന്റിനെ തടഞ്ഞുവെക്കുകയും ചെയ്തു. പുനലൂർ പോലീസ് സ്ഥലത്തെത്തുകയും കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കാമെന്നും ഇതിനായി ചൊവ്വാഴ്ച രാവിലെ തൊഴിലാളി കൺവീനർമാരെയും മാനേജ്മെന്റിനെയും സ്റ്റേഷനിൽ എത്തിച്ച് പരിഹാരം കാണാമെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ തങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് തൊഴിലാളികൾ വീണ്ടും ആവർത്തിച്ചു. അവസാനം പോലീസ് പിൻവാങ്ങി. ചൊവ്വാഴ്ച രാവിലെ വരെ തുടർന്ന പണിമുടക്ക് കുന്നിക്കോട് SI ബിനോജിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം തൊഴിലാളികളെയും മാനേജ്മെന്റിനെയും ഒരുമിച്ച് വിളിച്ച് ചർച്ച നടത്തി. ഫെബ്രുവരി 5-ാം തീയതിക്കകം PF നൽകാമെന്നും പിരിഞ്ഞുപോയ 50 തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റിയും പുതുക്കിയ DA ജനുവരി മുതൽ നൽകാമെന്നും മാനേജ്മെന്റ് ഉറപ്പ് നൽകി. തുടർന്ന് പോലീസ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചു. ഈ വർഷത്തെ കണക്ക് കൂട്ടുമ്പോൾ 30 ലക്ഷം രൂപയിലധികം വരുന്ന തുക ബന്ധപ്പെട്ട തൊഴിലാളികളുടെ വിഹിതം അടയ്ക്കാനുള്ള ഒരു ഫാക്ടറിയാണ്. എന്നാൽ പലതവണ കരാർ ലംഘിക്കുകയും ഈ 20-ാം തീയതി ഇന്നേ ദിവസം ഇത് നൽകാമെന്നും ആ രസീത് തൊഴിലാളികൾ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം ലംഘിക്കപ്പെട്ടിരുന്ന സ്ഥിതിയിൽ തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തുകയും തൊഴിലാളികൾ തന്നെ ആ സമരത്തിന് നേതൃത്വം കൊടുത്തു. ഇന്നും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് ഈ ഫാക്ടറിയിൽ ഏറ്റവും കൂടുതൽ അഴിമതികൾ
നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴേ ഈ ഫാക്ടറി നടത്തിക്കൊണ്ട് പോകുന്ന മുതലാളിയുടെ അച്ഛൻ അന്ന് മുതൽ തുടങ്ങിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇവിടെ ഗ്രാറ്റുവിറ്റി കൊടുക്കില്ല, ഗവൺമെന്റിൽ പൈസ അടക്കില്ല, അതുപോലെ ESI കൊടുക്കില്ല, ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണെന്നാണ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് ഇതിന്റെ പിന്നിലെന്ന് ചോദിച്ചാൽ ഇവിടെ സീസൺ വർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കശുവണ്ടി മേഖലയിൽ ഉരുത്തിരിയും. അതുകൊണ്ട് ഒരു വർഷത്തിൽ 3 മാസം ജോലി മാത്രമേ നടക്കുന്നുള്ളൂ. അതിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇന്നും ഗവൺമെന്റിന്റെ ഒരു നക്കാപ്പിച്ച അങ്ങോട്ട് കൊടുക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരന്തരമായി സമരരംഗത്ത് നിൽക്കുകയാണ്. 2012-13 തന്നെ റോഡംപണ്ടുമായി ബന്ധപ്പെട്ട പൈസ അടവിലുണ്ടായ കുറവിനെ സംബന്ധിച്ച് മാനവേന്ദ്ര യൂണിയൻ ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുക നിക്ഷേപിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ് അന്നുണ്ടായത്. എന്നാൽ ഈ ഒരു വർഷക്കാലം പിന്നിട്ടിട്ടും നാളിതുവരെയായി ആ തുകയുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനോ ESIയും ക്ഷേമതി അടക്കമുള്ള ആനുകൂല്യങ്ങൾ തൊഴിലാളിക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള തുക അടയ്ക്കാനോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനോ മാനവ തയ്യാറാകുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളികൾ ഇന്ന് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകാൻ തയ്യാറായി വന്നിട്ടുള്ളത്. മാനവേന്റെ തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് ഇക്കാര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായ ചർച്ചകൾക്ക് യൂണിയൻ മുൻകൈ എടുക്കുമ്പോഴും മാനേജ്മെന്റ് അത്തരം ചർച്ചകൾക്ക് നിൽക്കാതെ തൊഴിലാളികളെ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിനായിട്ടുള്ള തൊഴിലാളികളുടെ ഒരു സമരമാണ് നടക്കുന്നത്. ഇവിടെ ESIയിലെ തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് വിഹിതം കൃത്യമായി വാങ്ങുകയും ക്ഷേമനിധിയിലേക്ക് തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് വിഹിതം കൃത്യമായി വാങ്ങുകയും PFിലേക്ക് കൃത്യമായി വാങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ തൊഴിലാളിയുടെ പക്കൽ നിന്നും പിടിക്കുന്ന വിഹിതം ഒന്നുമേ അടയ്ക്കുന്നില്ല. പല തൊഴിലാളികൾക്കും ചികിത്സ പോലും രോഗം വന്നാൽ കിട്ടുന്നില്ല, അവർക്ക് ഒഴിവ് കിട്ടുന്നില്ല. ആ ഒഴിവിനെ നിശ്ചയിച്ച ആ ഒഴിവ് പൈസ, ഒഴിവ് ശമ്പളം എന്ന് പറയുന്നത് അത് കൊടുക്കുന്നില്ല. അങ്ങനെ നിരവധി അനാസ്ഥ, ഈ കമ്പനിയുടെ ഫെസിലിറ്റി സൗകര്യമില്ലായ്മ, തൊഴിലാളികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഒരു സൗകര്യം ഇന്ന് ഈ കമ്പനിയിലില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സോളാർ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി. സെക്യൂരിറ്റി സ്ഥാപനത്തിന്റെ പേരിൽ കാര്യറ സ്വദേശിയിൽ നിന്നും 4 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. സോളാർ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനെ മറ്റൊരു കേസിൽ പുനലൂർ കോടതിയിൽ ഹാജരാക്കി. കാര്യറ സ്വദേശിയായ മുഹമ്മദ് ഹനീഫയിൽ നിന്നും സെക്യൂരിറ്റി സ്ഥാപനം തുടങ്ങുന്നതിനെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ കബളിപ്പിച്ചതായാണ് കേസ്. കനത്ത പോലീസ് കാവലിലാണ് ബിജു രാധാകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ വ്യാഴാഴ്ച കൊട്ടാരക്കര കോടതിയിൽ വിധി പറയാനിരിക്കെയാണ് മറ്റൊരു കേസിൽ ബിജുവിനെ പുനലൂരിൽ ഹാജരാക്കിയത്. കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. വാദിഭാഗത്തായി അഡ്വക്കേറ്റ് ജാഫർ ഖാനാണ് കോടതിയിൽ ഹാജരായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം മൌണ്ട് താബൂർ ദൈറ ചാപ്പലിന്റെ നേതൃത്വത്തിൽ മാർ ഭവാനോ സഹദയുടെ ഓർമ്മ പെരുന്നാളും റാസയും സംഘടിപ്പിച്ചു. ഭക്തിനിർഭരമായ റാസയിൽ 100 കണക്കിന് വിശ്വാസികളും പുരോഹിതരും പങ്കെടുത്തു. പത്തനാപുരം മൌണ്ട് താബൂർ ദൈറ ചാപ്പലിന്റെ നേതൃത്വത്തിൽ മാർ ഫേവാനോസ് സഹദയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ റാസ നടന്നു. മല്ലേൽ സെന്റ് സ്റ്റീഫൻസ് കുരിശടിക്ക് മുൻപിൽ നിന്നും ആരംഭിച്ച റാസ ശാലേപുരം, കല്ലുംകടവ്, പത്തനാപുരം ടൌൺ ചുറ്റി മൌണ്ട് താബൂർ ദൈറ ചാപ്പലിൽ സമാപിച്ചു. റാസയ്ക്ക് മൌണ്ട് താബൂർ സുപ്പീരിയർ CO ജോസഫ് റംബാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 21-ാം തീയതി രാവിലെ നമസ്കാരത്തിനു ശേഷം കൽക്കട്ട ഭദ്രാസനാധിപൻ ജോസഫ് മാർ ദിവാനിയോസിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ 3 കുർബാന നടന്നു. വാദ്യമേളങ്ങൾ, മെഴുകുതിരിയേന്തിയ വിശ്വാസികൾ, മുത്തുകുടകൾ തുടങ്ങിയവ റാസയ്ക്ക് മികവേകി. റംബാൻമാർ, വൈദികർ, കന്യാസ്ത്രീകൾ, സമീപ ഇടവകളിലെ വികാരികർ തുടങ്ങിയവർ റാസയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. CPM പ്രതിനിധി രാധാമണി വിജയാനന്ദാണ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. പുനലൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കും. രാവിലെ 11 മണിക്ക് കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. മുന്നണി ധാരണ അനുസരിച്ച് CPIയിലെ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഇനി CPMലെ പ്രതിനിധിയായിരിക്കും 2 വർഷം ചെയർപേഴ്സൺ. കക്കോട് ഇടത്തറ പുത്തൻവീട്ടിൽ രാധാമണി വിജയാനന്ദാണ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. 1995-ലാണ് രാധാമണി വിജയാനന്ദ് നഗരസഭ അംഗമാകുന്നത്. 2000-2005 UDF ഭരണസമിതി അവിശ്വാസത്തിലൂടെ പുറത്താക്കിയപ്പോൾ നഗരസഭാ ചെയർപേഴ്സണായി 6 മാസം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചടയമംഗലം മേഖല ജനസംവേദ യാത്രയ്ക്ക് ചിങ്ങേരി നേതാജി ഗ്രന്ഥശാലയിൽ സ്വീകരണം നൽകി.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചടയമംഗലം മേഖലാ ജനസംവാദ യാത്രയ്ക്ക് ചിങ്ങേലി നേതാജി ഗ്രന്ഥശാലയിൽ സ്വീകരണം നൽകി. വേണം മറ്റൊരു കേരളം എന്ന മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ട് 2011 ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തനം ആരംഭിച്ചത്. നേതാജി ഗ്രന്ഥശാല സെക്രട്ടറി KS ഗോപകുമാർ അധ്യക്ഷത വഹിച്ച സംവാദത്തിൽ കാർഷിക സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ VR രഘുനന്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിന്റെ വികസനത്തിനെ സംബന്ധിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരിശോധിച്ച് പഠിച്ച് മുന്നോട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് അതിനുവേണ്ടി തയ്യാറാക്കിയ രേഖ ഡോക്ടർ തോമസ് ഐസക്, KP കണ്ണൻ, ഞങ്ങളുടെ തന്നെ സർവകലാശാലയിലെ ഡോക്ടർ AGG മേനോൻ തുടങ്ങിയ ആളുകൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. കേരളത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ കേരളത്തിൻ്റെ സമ്പത്ത്, ഏറ്റവും പ്രധാന സമ്പത്ത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അന്ന് എനിക്കറിയില്ലായിരുന്നു. കാര്യം ഞാനൊരു സർവകലാശാല അധ്യാപകനാണെങ്കിലും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്താണ് എന്നുള്ളത് ആ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ അല്ലാത്ത സമ്പത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും ജനങ്ങളുടെ അധ്വാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം എന്നും ആ പുസ്തകം എന്നെ പഠിപ്പിക്കുകയുണ്ടായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സെക്രട്ടറി ഗോപകുമാർ, P സുദർശനൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹുമാം റഷീദ്, ചിങ്ങേലി വാർഡ് മെമ്പർ S സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകളിലായി 40 കേന്ദ്രങ്ങളിലാണ് ഈ സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം പിടവൂരിൽ വാഹനാപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനാപുരം പിടവൂരിലാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ അപകടം സംഭവിച്ചത്. പത്തനാപുരം അല്ലമീൻ പബ്ലിക് സ്കൂളിന്റെ ബസുമായാണ് കാർ ഇടിച്ചത്. തലവൂർ പറങ്കിമാമുകൾ സ്വദേശികളായ 3 പേർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പത്തനാപുരത്തു നിന്നും കുന്നിക്കോട്ട് റൂട്ടിലേക്ക് പോവുകയായിരുന്ന കാർ വിദ്യാർത്ഥികളെ ഇറക്കുന്നതിനായി ബ്ലോക്ക് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ബസിനു പിറകിലേക്ക് അമിത വേഗതയിൽ നിയന്ത്രണം വിട്ടുവന്ന് ഇടിച്ചു കയറുകയായിരുന്നു. വൻ ശബ്ദത്തോടെ വാഹനം സ്കൂൾ ബസിന് അടിയിലേക്ക് ഇടിച്ചു കയറിയത് കുട്ടികളെയും അവിടെ കൂടി നിന്ന മാതാപിതാക്കളെയും പരിഭ്രാന്തരാക്കി. ഇവിടെ വന്നിരുന്ന കുട്ടികളെ ഇറക്കിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ കാറ് പിന്നിൽ വന്നിരിക്കുകയായിരുന്നു. അമിത വേഗതയിൽ വന്ന കാറ് ഇടിച്ചു കയറിയാണ്. അപ്പൊ തന്നെ പത്തനാപുരം സി ഉൾപ്പെടെയുള്ളവർ യഥാർത്ഥത്തിൽ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കാറ് അമിത വേഗതയിൽ വരികയും അതിൽ പരിക്കേറ്റവരെ ജനങ്ങൾ തന്നെ പോലീസിന്റെയും കൂടെ സഹായത്തോടെ അന്നപ്പോൾ തന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കിൽ നിന്ന് സ്പീഡിൽ വന്നിട്ട് ഒരു പോലീസ് ജീപ്പ് ഓവർടേക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്നിട്ട് അവന്മാർ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടിച്ചു. അപ്പം കുന്നിക്കോട് ഭാഗത്തുള്ള ഒരു പോലീസ് വാഹനം കൊണ്ട് വന്നു. അപ്പോഴത്തേക്ക് അവരൊന്ന് ഒതുക്കാൻ ശ്രമിച്ച് കാണും. അപ്പോഴത്തേക്ക് വണ്ടി ചവിട്ടിയപ്പോൾ വണ്ടി ഓവർ സ്പീഡ് മറ്റേ കീഴിലോട്ട് എന്ന് ഇടിച്ചങ്ങ് കയറി. 3 പേരുണ്ടായിരുന്നു. ഡ്രൈവറെ വളരെ ഗുരുതരമായിട്ടൊക്കെ വലിച്ചെടുത്ത് വണ്ടിയുടെ കാറ്റടിച്ചു വിട്ടൊക്കെയാണ് ഡ്രൈവറെ കാലൊക്കെ വലിച്ചെടുത്തത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ബസ് ഇവിടെ നിർത്തിയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവർ 3 കുട്ടികളാണ് ഇവിടെ ഇറങ്ങാനുള്ളത്. ആ 3 കുട്ടികളെ 2 പേര് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഈ ബാക്കിൽ ശബ്ദം കേട്ട്. കാർ വന്നൊന്നും നമ്മൾ കണ്ടില്ല. ബാക്കിൽ ശബ്ദം കേട്ടു. പെട്ടെന്ന് കുഞ്ഞുങ്ങളെല്ലാം കഴിഞ്ഞ് ബാക്കിൽ പുകയെടുത്തു. പെട്ടെന്ന് ഞാൻ ചാടി കയറി കുഞ്ഞുങ്ങളെല്ലാം. അപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ബഹളം വന്നപ്പോൾ ഇവിടുന്ന് പോലീസ് വണ്ടി എപ്പോഴും എവിടുന്നോ വന്നു. ആ സമയത്ത് അവർ വേഗം വന്നു. അപ്പോൾ 2 സൈഡിലും വണ്ടിയെല്ലാം ബ്ലോക്കായി. കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചിറക്കുമായിരുന്നു. പിന്നത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ പോയില്ല. സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്ക് യാതൊരുവിധ അപകടവും സംഭവിച്ചില്ല. സ്കൂൾ ബസ്സിനടിയിൽ നിന്ന് കാർ പുറത്തെടുക്കാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. JCB ഉപയോഗിച്ചാണ് പിന്നീട് കാർ പുറത്തെടുത്തത്. പത്തനാപുരം CI ജോൺസൺ, SI മുബാറക്ക് എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കാറിനുള്ളിൽ സഞ്ചരിച്ച തലവൂർ പറങ്കിമാമുകൾ സ്വദേശികളായ ഇട്ടിവിള വീട്ടിൽ ജോൺസൺ, ജോസ് തോമസ്, സുബിൻ എന്നിവരെയാണ് അതീവ ഗുരുതരമായ അവസ്ഥയിൽ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ശുഭയാത്ര സുരക്ഷിത യാത്ര റോഡ് ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉദ്ഘാടകൻ താമസിച്ചതിനാൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. 10 മണിക്ക് നടക്കേണ്ടിയിരുന്ന ഉദ്ഘാടനം നടന്നത് 12 മണിക്ക്. കാത്തിരുന്ന് മുഷിഞ്ഞ ഡ്രൈവർമാർക്ക് നഷ്ടമായത് വിലപ്പെട്ട സമയവും ഒപ്പം 1/2 ദിവസത്തെ ശമ്പളവും. ശുഭയാത്ര സുരക്ഷിത യാത്ര റോഡ് ബോധവൽക്കരണ പരിപാടിയുടെ സമാപന വേളയിൽ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിലായത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്.
സമാപനത്തോടനുബന്ധിച്ച് പുനലൂർ പോലീസ് പുനലൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സമാപന സമ്മേളന ഉദ്ഘാടന വേദിയിൽ എത്തിച്ചു. ഉദ്ഘാടനം രാവിലെ 10:30 പറഞ്ഞിരുന്നത്. 9:30 എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സമാപന വേദിയിലെത്തി. എന്നാൽ ഉദ്ഘാടകൻ എത്തിയത് 12 മണിക്ക്. ഇതോടെ ഒരു ദിവസത്തിന്റെ പകുതിയോളം ഇവർക്ക് നഷ്ടമായി. എന്നാൽ പോലീസിനെ പേടിച്ച് ഏറെ നേരം ഇവർ ഉദ്ഘാടകനെയും കാത്തിരുന്നു. എന്നാൽ ഉദ്ഘാടകൻ എത്താൻ താമസമേറിയതോടെ ചിലർ വേദി വിട്ട് വെളിയിലേക്ക് പോയി. പോലീസ് എത്തി തിരികെ ഇരിക്കാൻ ആവശ്യപ്പെട്ടതോടെ ചിലർ പോലീസുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഏതായാലും ഉദ്ഘാടകൻ വരുവോളം ഡ്രൈവർമാർക്ക് കാത്തിരിക്കേണ്ട ഗതികേടിലുമായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അനധികൃത മദ്യവ്യാപാരത്തിനും ഗുണ്ടാവിളയാട്ടത്തിനുമെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചതിന് ഗുണ്ടകൾ മർദ്ദിച്ചതായി പരാതി. പത്തനാപുരം കുന്നിട മൈനാമണ്ണിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആക്രമണത്തിൽ ഒരാൾക്ക് കുത്തുകൊണ്ട് പരിക്കേൽക്കുകയും ചെയ്തു. അനധികൃത മദ്യവ്യാപാരത്തിനും ഗുണ്ടാവിളയാട്ടത്തിനുമെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് പോലീസിൽ പരാതി നൽകിയതിന്റെ പേരിൽ രാത്രിയിൽ വീടുകയറി ആക്രമിച്ചതായും ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചതായും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ മർദ്ദിക്കുകയും ചെയ്തതായി പരാതി. പത്തനാപുരം കുന്നിട മൈനാമണ്ണാണ് കേസിനാസ്പദമായ സംഭവം. മൈനാമൺ ചിറ്റൂർ മുരുപ്പേൽ ഷാജിയുടെ വീടിനു നേരെയാണ് ആക്രമണം നടന്നത്. ഷാജിയുടെ കുഞ്ഞിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സത്കാരം നടക്കുന്നതിനിടെയാണ് ഒരു സംഘം ആക്രമികൾ മാരക ആയുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയതത്രേ. ആക്രമികളുടെ കുത്തേറ്റ് മൈനാമൺ മുകളുവിളയിൽ ഉദയകുമാർ അടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമികളിൽ ഒരാൾ നേരത്തെ വിവിധ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നുവെന്നും അടുത്ത സമയത്താണ് ജയിൽമോചിതനായതെന്നും നാട്ടുകാർ പറഞ്ഞു. അനധികൃത മദ്യ കച്ചവടത്തിനോടൊപ്പം ദുരൂഹമരണങ്ങളും പ്രദേശത്ത് പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ ഏകദേശം 12:30-1 മണിയായപ്പോൾ എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഒരു മേശരിയുടെ വീട്ടിലോട്ട് വന്ന് ഇരുന്നപ്പോൾ അയാൾ കണ്ടിരുന്നു എൻ്റെ ഭർത്താവ് ഈ മേശരിയുടെ വീട്ടിലോട്ട് കയറി വരുന്നത് കണ്ടുകൊണ്ട് ഈ കക്ഷി ചേട്ടനെ അനിയനെ അച്ഛനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വെട്ടിയിട്ട് ഓടുകയായിരുന്നു. എൻ്റെ മകളെ ഗർഭിണിയാക്കുകയും ആ പെണ്ണിനെ അതുപോലും ഞങ്ങൾ ചോദ്യം ചെയ്തിട്ട് പോലും അന്നും ഇങ്ങനെ ഞങ്ങൾക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ചെയ്തില്ല. പിന്നെ ആ കൊച്ചിനെ തമിഴ്നാട്ടിൽ കൊണ്ട് വിൽക്കുകയോ എന്തൊക്കെയോ വിഷയങ്ങൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ മറച്ചു വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കുക. എൻ്റെ ഭർത്താവ് പലപ്പോഴും റോഡിൽ നിൽക്കുമ്പം ഇവർക്ക് ഇതിനകത്തിൽ ബന്ധപ്പെട്ട ആണുങ്ങളെ കണ്ടാലും ഇത് പ്രതികരിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഭർത്താവും പലരും പറഞ്ഞിട്ടുണ്ട്, ഈ ഉമേഷ് രാമേന്ദ്രൻ്റെ മക്കൾ ഞങ്ങളെ കാണുമ്പോൾ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇന്നലെ ഒരു 1 മണിയോട് കൂടിയാണ് ഇവിടെ വെട്ട് സംഭവിച്ചതും. ഇവൻ ചാരായം കുടിച്ചു എന്നിട്ട് ഇവന്റെ സ്വന്തം ഭാര്യയുടെ വായിൽ അവൻ കുരുടാനും ആസിഡും ഒക്കെ കലക്കി ഒഴിച്ച് ആ പെണ്ണ് ചത്തത. അവൻ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം അവന് എന്നിട്ട് എന്ത് തോന്നിവാസങ്ങൾ. ഇന്നലെ അവൻ അതിലൂടെ കുറുവടിയും കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചോ പറയും പന്നിയെ ചാടിക്കാൻ പോകുമെന്ന്. ആ ചാടി വന്ന അവൻ ഈ പരിപാടി കാണിച്ചത്. അതുപോലെ തന്നെ SIയെ വിളിച്ചിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ദൂരമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും അടുത്ത ഒരു പോലീസ് സ്റ്റേഷൻ തരുന്നതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. എന്നുവെച്ചാൽ എളുപ്പം അവർക്ക് ഓടി എത്താനുള്ള സൗകര്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൊല ഇവിടെ നിന്ന് മാറ്റി തന്നാൽ മാത്രം മതി. ചാരായവടി രാത്രി 9 മണി മുതൽ തുടങ്ങുന്നത് വെളുക്കുന്നിടം വരെ ഉണ്ട്. ഈ മൈനാട് ജംഗ്ഷൻ ആണെങ്കിൽ അവിടെ ഇതിന് എന്തെങ്കിലും മാർഗം ചെയ്തില്ലെങ്കിൽ ആ മൈനാട് ജംഗ്ഷനിൽ ഒരു കൊല നടന്നില്ല. പകൽ പോലും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനാകാത്ത സ്ഥിതിയാണെന്നും ചെറിയ കുട്ടികൾക്ക് പോലും മദ്യവും മയക്കുമരുന്ന് നൽകുന്ന സംഘം പ്രവർത്തിക്കുന്നതായും പരാതിയിൽ പറയുന്നു. കുറുമ്പകര മൈനാമൺ പ്രദേശം ഏനാത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. പ്രദേശത്തു നിന്നും 18 കിലോമീറ്റർ ദൂരത്തിലാണ് പോലീസ് സ്റ്റേഷൻ. എന്തെങ്കിലും സംഭവമുണ്ടായാൽ പോലീസ് എത്താൻ വൈകുന്നതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിനാൽ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും പോലീസ് എയ്ഡ് പോസ്റ്റെങ്കിലും സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ആക്രമികളെ പിടികൂടി കേസെടുക്കുന്നതിനോ ശിക്ഷ നൽകുന്നതിനോ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പ്രദേശത്തെ അനധികൃത മദ്യവിൽപ്പനയും ഗുണ്ടാവിളയാട്ടവും തടയുന്നതിന് പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തുനിന്ന് വേണ്ടുന്ന നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മദ്യം കഴിച്ച് മരണത്തിന് കീഴടങ്ങിയ ലിബിന്റെ ശവസംസ്കാരം നടന്നു. ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാക്കി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി ലിബിൻ യാത്രയായി. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മദ്യം കഴിച്ച് അബോധാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞ ലിജിൻ എന്ന 9 വയസ്സുകാരൻ മരണപ്പെട്ടത് സംസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ച സംഭവമാണ്. ലിജിന്റെ സംസ്കാരം ആവണീശ്വരം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ശീതളപാനീയമെന്ന് തെറ്റിദ്ധരിച്ച് മദ്യം കഴിച്ചതാകാമെന്നാണ് സംശയം. തലവൂർ മഞ്ഞക്കാല വാഴത്തോട്ടത്തിൽ ലിബിൻ വിലയിൽ ലാജി സൂസൻ ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ടത്. രക്ഷിതാക്കൾ ബന്ധുവീട്ടിലായിരുന്നതിനാൽ വീട്ടിൽ ആരുമില്ലായിരുന്നു. ഈ സമയത്താണ് കുട്ടി മദ്യം കുടിച്ചതും ഛർദ്ദിച്ച് അവശനിലയിൽ അബോധാവസ്ഥയിലായതും. വീട്ടിൽ
മടങ്ങിയെത്തിയ രക്ഷിതാക്കൾ ലിബിനെ കുന്നിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മദ്യം ഒരു 9 വയസ്സുകാരൻ എടുത്തു കുടിക്കുകയും അതിന്റെ പരിണിതഫലമായി മരണം സംഭവിക്കുകയും ചെയ്ത സംഭവം കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. മലയാളത്തിന്റെ പ്രമുഖ പത്ര ദൃശ്യമാധ്യമങ്ങൾ എല്ലാം തന്നെ അതീവ പ്രാധാന്യത്തോടെയും ഞെട്ടലോടെയുമാണ് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങൾ ഈ സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി. ഏറെ മിടുക്കനായിരുന്ന ലിജിന്റെ അതീവ ദാരുണമായ അന്ത്യം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മാതാപിതാക്കളായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ മുതിർന്നവർ പല രൂപത്തിലും ഇതിന്റെ കാര്യത്തെപ്പറ്റി ആലോചിക്കേണ്ടതാണ്. കാരണം കൊച്ചുകുട്ടികൾക്ക് അവർക്ക് യാതൊന്നും അറിയത്തില്ല. വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് മദ്യമാണെന്നോ അല്ലെങ്കിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാനീയങ്ങളാണെന്നോ ഇതൊന്നും കുട്ടികൾക്കറിയില്ല. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചു, ആ കുട്ടി പോയി ചെന്ന് എടുത്തിത് കഴിച്ചത് ശീതള പാനീയമോ മറ്റോ എന്തെങ്കിലും ആയിരിക്കും, കുടിക്കാനുള്ള പാനീയമാണെന്ന് വിചാരിച്ചാണ് ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മുടെ സമൂഹത്തിനാകെ ഇതൊരു പാഠമായിരിക്കണം. കാരണം ഇത്തരത്തിൽ മദ്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അപകടകരമാണ്. ഇപ്പോൾ തന്നെ പത്തനാപുരത്തും സന്ധ്യ കഴിഞ്ഞാൽ മദ്യ കച്ചവടക്കാരും മദ്യക്കാരും ഉള്ളൂ. ഒന്നാം തീയതി പോലും ഇവിടെ നിത്യം മരുന്ന് കിട്ടുന്ന ഒരു രാത്രിയും വിദേശ മദ്യങ്ങളും ചാരായം കിട്ടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. ഇതിന് കർക്കശ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം നാട്ടുകാരുടെ എല്ലാം ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അന്വേഷണവും കാര്യങ്ങളും കാണും. മദ്യക്കച്ചവടക്കാർക്ക് ഒരു വീടുകളിലും വീടുകൾ കേന്ദ്രീകരിച്ച് മദ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഒരു മാതാപിതാക്കളുടെ ഒരു അശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ വീട്ടിൽ വെച്ചിരിക്കുന്നത് അത് കുപ്പിയിൽ നിന്ന് അത് ശീതളപാനീയോ ആ കുടിക്കുന്നത് എന്തെങ്കിലും ആണെന്നുള്ള ധാരണയിലായിരിക്കും അത് കുടിച്ചത്. പക്ഷേ ഇത് മുൻ അനുഭവം എന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാകാം. ആ കുട്ടിയുടെ പിതാവ് ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അത് കണ്ടതിന് ശേഷം ഇവരാരും ഇല്ലാത്ത സമയത്ത് അത് നോക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത്രയും കൂടുതൽ ആ കുട്ടി ഉള്ളിൽ വരുന്നവരെ ഇത്രയും ഒരു സാഹചര്യം ഉണ്ടായത് വളരെ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കിഴക്കൻ മേഖലയിലെ യാത്രാക്ലേശം. വിദ്യാർത്ഥികൾ പുനലൂരിലെ ATOയെ ഉപരോധിച്ചു. മണിക്കൂറുകൾ നീണ്ട ഉപരോധം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന ഉറപ്പിന്മേൽ പിന്നീട് അവസാനിപ്പിച്ചു. കിഴക്കൻ മേഖലയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച അഡീഷണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ P. ശശാങ്കനെ ഉപരോധിച്ചു. നാളുകളായി വിദ്യാർത്ഥികൾക്ക് യാത്രാ സൌകര്യം ഒരുക്കുന്നതിൽ KSRTC വീഴ്ച വരുത്തിയിരുന്നു. തെന്മലയിൽ നിന്നും കുളത്തൂപ്പുഴയിലേക്ക് ദിവസവും 3:30 സർവീസ് നടത്തിവന്നിരുന്ന ബസ് നിർത്തലാക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയത്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് വിദ്യാർത്ഥികൾ ഒറ്റക്കലിൽ ബസ് തടഞ്ഞു പ്രതിഷേധിച്ചു. ഇതിനെ തുടർന്ന് ബസ് വിടാമെന്ന് ATO വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. എന്നാൽ ഈ ഉറപ്പും പാലിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ പുനലൂർ KSRTC ഡിപ്പോയിലെത്തി ATOയെ തടഞ്ഞുവെച്ചു. പുനലൂരിലെ വിവിധ യുവജന പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരും സമരത്തിനു പിന്തുണയുമായി എത്തി. വൈകിട്ട് 4 മണിക്ക് തന്നെ ബസ് സർവീസ് നടത്താമെന്നും രാവിലത്തെ സർവീസ് കാലതാമസം വരുത്തുകയില്ലെന്നും ATO വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. കൂടുതൽ സർവീസ് അനുവദിക്കുന്നതിന് സംബന്ധിച്ച സോണൽ ഓഫീസുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. DYFI നേതാവ് ഷൈൻ ദീപു, കോൺഗ്രസ് നേതാവ് G. ജയപ്രകാശ്, എബി ഷൈനു, ജെറി റെജി, പ്രണവ് സുദർശൻ, സുധീഷ് സുധി, K. വിശാഖ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 65ാമത് റിപ്പബ്ലിക് ദിനാഘോഷം പുനലൂർ താലൂക്കിൽ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുനലൂർ താലൂക്ക് രൂപീകരണത്തിന് ശേഷം നടക്കുന്ന ആദ്യ റിപ്പബ്ലിക് ആഘോഷം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇക്കുറി. 65ാമത് റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതായി പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച പുനലൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത്. പുതിയ പുനലൂർ താലൂക്കിന്റെ ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷമാണ് ജനുവരി 26-ന് നടക്കുന്നത്. 26-ന് രാവിലെ 8:30 പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു പതാക ഉയർത്തുന്നതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ബാൻഡുമേളം, ചെണ്ടമേളം, ശിങ്കാരിമേളം, കാവടിയാട്ടം, മയിലാട്ടം, പൂക്കാവടി, തെയ്യം, നിശ്ചല ദൃശ്യങ്ങൾ, അർദ്ധനാരീശ്വര നൃത്തം, കളരിപ്പയറ്റ്, കരാട്ടെ തുടങ്ങിയവ ഘോഷയാത്രയിൽ ഉണ്ടാകുമെന്ന് സംഘാടകർ പറഞ്ഞു. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കൊല്ലം MP N. പീതാംബരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. പുനലൂർ താലൂക്ക് തഹസീൽദാർ B. ശശികുമാർ, താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് K. സുരേന്ദ്രൻ, ഷാജി ജാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുനലൂർ താലൂക്കിന്റെ പ്രഥമ റിപ്പബ്ലിക് ദിനാഘോഷമായി ജനുവരി 26-ാം തീയതി
രാവിലെ 8:30 മണിക്ക് ബഹുമാന്യനായ പുനലൂർ MLA ശ്രീ കെ രാജഗോപാൽ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുന്നതും പുനലൂരിലെ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന വമ്പിച്ച ഘോഷയാത്ര, വർണ്ണപ്പകിട്ടാറിൻ്റെ ഘോഷയാത്ര 26-ന് രാവിലെ 9 മണിക്ക് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് S. ജയമോഹൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതും തുടർന്ന് NCC, സ്കൗട്ട് തുടങ്ങിയ പോലീസ് അർദ്ധസൈനിക വിഭാഗങ്ങൾ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റോടുകൂടി പുനലൂർ TB ജംഗ്ഷൻ മെയിൻ റോഡ് വഴി പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് അങ്കണത്തിൽ ഘോഷയാത്ര എത്തിച്ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചൂട് കഠിനമാകും മുമ്പേ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കുടിവെള്ളമില്ലാതെ രോഗികൾ വലയുന്നു. ചിതറ ശുദ്ധജല വിതരണ കേന്ദ്രത്തിൽ വിതരണം മുടങ്ങിയതും ആശുപത്രിയിലേക്ക് വെള്ളം എത്തിക്കുന്ന കിണറ്റിൽ വെള്ളം കുറഞ്ഞതുമാണ് ജലക്ഷാമം രൂക്ഷമാകാൻ കാരണം. 200 രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സൌകര്യമുള്ള ഇവിടെ ദിനംപ്രതി 500-ലധികം രോഗികളാണ് ചികിത്സയ്ക്ക് എത്തുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയിലാണിപ്പോൾ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ വെള്ളം എത്തിക്കുന്നതിനുള്ള ശ്രമം അധികൃതർ നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. രൂക്ഷമായ ജലക്ഷാമം നേരിട്ടിരുന്ന സമയത്ത് ജല അതോറിറ്റിയുടെ സംഭരണിയിൽ നിന്നും ഫയർഫോഴ്സ് വെള്ളം എത്തിക്കുമായിരുന്നു. എന്നാൽ ഫയർഫോഴ്സിന്റെ അവസ്ഥ ഇതിലും ദയനീയമായതിനാൽ അതിനും സാധ്യതയില്ല. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം താലൂക്ക് ഓഫീസിന് പുറമെ പത്തനാപുരം നിവാസികൾക്ക് പോലീസ് സർക്കിൾ ഓഫീസ് കൂടി യാഥാർത്ഥ്യമാകുന്നു. സർക്കിൾ ഓഫീസിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ നടത്താനാണ് തീരുമാനം. കുന്നിക്കോട്, പത്തനാപുരം പോലീസ് സ്റ്റേഷനുകളാണ് പത്തനാപുരം സർക്കിളിൽ വരിക. പത്തനാപുരത്ത് താലൂക്ക് യാഥാർത്ഥ്യമായതോടൊപ്പം പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമായ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് യാഥാർത്ഥ്യമാകുന്നു. ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. പത്തനാപുരത്ത് CI ആയി നിയമിതനായ കൊല്ലം ക്രൈംബ്രാഞ്ചിലെ G. ജോൺസൺ ബുധനാഴ്ച ചാർജ് എടുത്തു. CI ഓഫീസിനായുള്ള കെട്ടിടം കണ്ടെത്താൻ ശ്രമം നടക്കുകയാണ്. പത്തനാപുരം ടൌണിലെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടമാണ് CI ഓഫീസിനായി ആദ്യം കണ്ടെത്തിയത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മൂലം പത്തനാപുരം പോലീസ് സ്റ്റേഷൻ വളപ്പിലെ ഒരു ക്വാർട്ടേഴ്സിലായിരിക്കും CI ഓഫീസ് പ്രവർത്തിക്കുക. പത്തനാപുരം, കുന്നിക്കോട് സ്റ്റേഷനുകളാണ് പത്തനാപുരം സർക്കിൾ ഓഫീസിന്റെ പരിധിയിൽ വരുന്നത്. CI, ഒരു ASI, 2 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ, 3 സിവിൽ പോലീസ് ഓഫീസർമാർ, ഡ്രൈവർ, പ്യൂൺ എന്നിവരടക്കം 9 ജീവനക്കാരാണ് CI ഓഫീസിലുണ്ടാവുന്നത്. 1991-ൽ പത്തനാപുരത്ത് പുതുതായി CI ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും പിന്നീട് അഞ്ചലിലേക്ക് മാറ്റുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ സൌകര്യമനുസരിച്ചായിരിക്കും CI ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുക. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പേപ്പട്ടിയുടെ കടിയേറ്റ് വിദ്യാർത്ഥികളടക്കം 3 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. പത്തനാപുരം പിടവൂരിൽ വാഹനാപകടം, ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിഴക്കൻ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ATOയെ ഉപരോധിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.